ഹലോ എവരിവൺ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രൈമറി ഇൻഡെക്സിങ് എന്താണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ പ്രൈമറി ഇൻഡെക്സിങ്ങിൻ്റെ പ്രോബ്ലംസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ക്ലസ്റ്ററിങ് ഇൻഡെക്സും എന്താണെന്നുള്ള കാര്യമായിരിക്കും പറഞ്ഞു തരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഈ പ്രൈമറി ഇൻഡെക്സിൽ മെയിനായിട്ട് വരുന്ന പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രൈമറി ഇൻഡെക്സിൽ രണ്ട് ഇഷ്യൂസാണ് വരുന്നത്. ഒന്ന് ഇൻസേർഷൻ ടൈമിലും ഡിലീഷൻ ടൈമിലും. ഇൻസേർഷൻ ടൈമിൽ എന്താ ഇഷ്യൂ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ റെക്കോർഡ് അതിലേക്ക് ആഡ് ചെയ്യാണല്ലോ ചെയ്യുക. അപ്പോൾ അത് ആഡ് ചെയ്യുന്ന സമയത്ത് ചില കേസസിൽ ഈ ബ്ലോക്സിലെ റെക്കോർഡ്സ് മൂവ് ചെയ്യേണ്ടി വരും. ബിക്കോസ് പ്രൈമറി ഇൻഡെക്സിങ് നമ്മൾ ഓർഡേർഡ് ഫയലിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയൊരു റെക്കോർഡ് ചെല്ലുന്ന സമയത്ത് അതിൻ്റെ ഓർഡറിങ് മാറാൻ പാടില്ല. ഇപ്പോൾ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലാണെങ്കിൽ കറക്റ്റ് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ റെക്കോർഡ്സ് ഇടയിലേക്ക് കയറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയിൽ കയറുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ബ്ലോക്കിലുള്ള റെക്കോർഡ്സിൻ്റെ പൊസിഷൻസ് മാറും. അങ്ങനെ മാറുന്ന സമയം ചില കേസിൽ നമ്മുടെ ആങ്കർ റെക്കോർഡും ചേഞ്ച് ആവും. അപ്പോൾ ആങ്കർ റെക്കോർഡ് ചേഞ്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻഡെക്സ് എൻട്രിയിലും ചേഞ്ചസ് വരും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഡിലീഷൻ്റെ കേസിലും സെയിം ഇഷ്യൂ ആണ്. ഒരു റെക്കോർഡ് ഡിലീറ്റ് ആയി പോകുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ അത് ആങ്കർ റെക്കോർഡാണ് ഡിലീറ്റ് ആയി പോകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻഡെക്സിലെ ആ എൻട്രി മാറണം. പകരം അവിടെ പുതിയതായിട്ട് വരുന്ന ആങ്കർ റെക്കോർഡ് ഏതാണോ അത് സേവ് ചെയ്യണം. അപ്പോൾ ഈ ഇഷ്യൂസ് ഒക്കെയാണ് പ്രൈമറി ഇൻഡെക്സിൽ വരുന്നത്. ഇനി ഇൻസേർഷൻ ഇഷ്യൂ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അൺഓർഡേർഡ് ഓവർഫ്ലോ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അതിലേക്ക് പുതിയ ഫയൽസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ഫയലിൽ ഒരു ചേഞ്ചും വരുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതാണ് ഇൻസേർഷൻ ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡിലീഷൻ ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിലീഷൻ മാർക്കർ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഇഷ്യൂ സോൾവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും പ്രൈമറി ഇൻഡെക്സിലെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ പ്രൈമറി ഇൻഡെക്സിങ് എല്ലാവർക്കും ക്ലിയർ ആയി തോന്നുന്നു. അപ്പോൾ നമ്മുടെ പ്രൈമറി ഇൻഡെക്സിൽ നിങ്ങൾ മെയിനായിട്ടും ഒന്ന് എങ്ങനെയാണ് ആ ഇൻഡെക്സ് വരയ്ക്കുക എന്ന് ഓർക്കുക, ആങ്കർ ഇൻഡെക്സ് അല്ലെങ്കിൽ ബ്ലോക്ക് ആങ്കർ എന്താണെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ഇൻഡെക്സ് ഫയലിലെ എൻട്രീസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദി നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ദി ഡേറ്റ ഫയൽ. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ വരുന്ന പ്രോബ്ലംസും ചെയ്യാം, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും പറ്റും. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഇൻഡെക്സ് ടൈപ്പാണ് ക്ലസ്റ്ററിങ് ഇൻഡെക്സ്. സോ ക്ലസ്റ്ററിങ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി ഇൻഡെക്സ് പോലെ തന്നെ നമ്മൾ ഓർഡേർഡ് ഫയലിലായിരിക്കും പെർഫോം ചെയ്യുക. അതേപോലെ തന്നെ ഇതും നോൺ ഡെൻസ് ഇൻഡെക്സിങ് ആയിരിക്കും. നോൺ ഡെൻസ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഡെൻസ് ഇൻഡെക്സിങ് അല്ല, സ്പാൻഡ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഡെൻസ് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെക്കോർഡിനും നമ്മൾ ഇൻഡെക്സ് എൻട്രി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെയും നമ്മുടെ പ്രൈമറി ഇൻഡെക്സിംഗ് പോലെ എല്ലാ റെക്കോർഡിനും നമ്മൾ ഇൻഡെക്സ് എൻട്രി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പകരം ഒരു ബ്ലോക്കിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് വാല്യൂസിനായിരിക്കും നമ്മൾ ഇൻഡെക്സ് എൻട്രി കൊടുക്കുക. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഡെൻസ് ഇൻഡെക്സിംഗ് എന്ന് പറയുക. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. ഇവിടെയും നമ്മുടെ ഫയൽ ഓർഡേർഡ് ഫയൽ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇൻഡെക്സ് ഫയലിൽ രണ്ട് ഫീൽഡുകളാണ് ഉണ്ടാവുക, ഒരു കീ ഫീൽഡും ഒരു പോയിന്റർ ഫീൽഡും. അതിൽ കീ ഫീൽഡിൽ വരുന്ന വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈമറി കീ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതൊരു നോൺ കീ ഇൻഡെക്സിംഗ് ആണ്. അതായത് ആ പർട്ടിക്കുലർ ഡേറ്റ ഫയലിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു കീ ഫീൽഡ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീ ഫീൽഡിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് എടുക്കുക. ഏതെങ്കിലും ഡേറ്റ റെക്കോർഡിൽ ഏതെങ്കിലും ഒരു ഫീൽഡിനെ എടുത്തിട്ട് അതിലെ ഡിസ്റ്റിങ്ക്റ്റ് ആയ വാല്യൂസ് എടുക്കുക. ആ വാല്യൂസിന് മാത്രം ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുക. ആ ഫോമിലായിരിക്കും നമ്മൾ ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് പെർഫോം ചെയ്യുക. Okay, so the index file consists of two fields, a key field and a pointer field. The main difference from the primary index is that here the data file is a non-key file. ഇവിടെ ഒരു പ്രൈമറി കീയോ ഓർഡറിംഗ് കീ ഫയലോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നോൺ ഡെൻസ് ഇൻഡെക്സിംഗ് ആണ്, അതോടൊപ്പം തന്നെ നോൺ കീ ഇൻഡെക്സിംഗുമാണ്. അപ്പോൾ ദ കീ ഫീൽഡ് may contain duplicate values. നമ്മൾ എടുക്കുന്ന കീ ഫീൽഡ് പ്രൈമറി കീ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഓരോ ഡിസ്റ്റിങ് വാല്യൂസ് എടുക്കുക, അതിനെ നമ്മുടെ ഇൻഡെക്സിങ്ങിലെ കീ ഫീൽഡ് എന്നുള്ള പാർട്ടിൽ എൻ്റർ ചെയ്യുക, അതിന് ഇൻഡെക്സ് എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് കറസ്പോണ്ടിങ് പോയിന്റർ അസൈൻ ചെയ്ത് കൊടുക്കുക. ആ ഒരു ഫോമിലായിരിക്കും നമ്മളിവിടെ ഇൻഡെക്സിങ് പെർഫോം ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഞാൻ രണ്ട് ടേബിൾ വരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഡേറ്റ ടേബിൾ ആണെന്ന് വയ്ക്കുക, ഡേറ്റ ഫയലാണെന്ന് വയ്ക്കുക. ഇത് നമ്മുടെ ഇൻഡെക്സ് ഫയലാണെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നമുക്ക് കീ ഫീൽഡ് ഇല്ല, പകരം
നോൺ കീ ഫീൽഡ് ആണെന്ന്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. സപ്പോസ് ഇവിടെ എൻ്റെ എൻട്രീസ് എ ബി സി ഡി ഡി ഇ എഫ് എന്നാണെന്ന് വയ്ക്കുക. അതുപോലെ തന്നെ ഏജ് 9, 8, 10, 11, 12, 13, 14, 50. ഇനി ഈ റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇതൊരു ബ്ലോക്കിലാണെന്ന് വിചാരിക്കുക. ഈ ഡേറ്റ എന്ന് പറയുന്നത് വേറൊരു ബ്ലോക്കിലാണ്, ഇത് വേറൊരു ബ്ലോക്കിലാണ്, ആ ഫോമിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് ഇല്ല. നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റിങ് വാല്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഡേറ്റ ഫയൽ ഉണ്ടല്ലോ, ഈ ഡേറ്റ ഫയലിൽ നിന്നും യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതുക. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണുള്ളത്? എ ബി സി ഡി ഇ ആൻഡ് എഫ്. ഇത്രയും എൻട്രീസ് ആയിരിക്കും നമുക്ക് ഇൻഡെക്സ് ഫയലിലെ കീ ഫീൽഡിൽ വരിക. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുണീക്ക് വാല്യൂസ് അല്ലെങ്കിൽ ഈ ഡിസ്റ്റിങ് വാല്യൂസ് ഫസ്റ്റ് വരുന്ന എവിടെയാണോ അങ്ങോട്ട് പോയിന്റർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് എ എന്നുള്ളത് ഫസ്റ്റ് ബ്ലോക്കിലാണ്, ഇവിടെ നമ്മൾ പോയിന്റർ കൊടുത്തു. അടുത്തത് ബി എന്നുള്ളതും അതേ ബ്ലോക്കിൽ തന്നെയാണ്, അപ്പോൾ ഇവിടേക്ക് തന്നെ പോയിന്റർ വന്നു. സി എന്നുള്ളത് ഇവിടെ വരുന്നത് സെക്കൻഡ് ബ്ലോക്കിലാണ്, ഡി എന്നുള്ളതും സെക്കൻഡ് ബ്ലോക്കിലാണ്. ഡി 2 പ്രാവശ്യം വരുന്നുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി പോയിന്റർ കൊടുത്തുകൊണ്ട് ഇത് കൺസിഡർ ചെയ്യില്ല. ഇനി അടുത്തത് ഇ എന്നുള്ളത് തേർഡ് ബ്ലോക്കിലാണ്, എഫ് എന്നുള്ളതും തേർഡ് ബ്ലോക്കിലാണ്. അങ്ങനെ നമ്മൾ എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസിനും പോയിന്റർ ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടാവും, ഇവിടെ ഈ ഡി വന്നിട്ടുണ്ട്, ഈ ഡി ആക്സസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാന്ന്. അതിന് നമ്മൾ ഈ ഫസ്റ്റ് ഡി വന്നില്ലേ, ഇവിടെ നമ്മളൊരു ബ്ലോക്ക് പോയിന്റർ ആഡ് ചെയ്ത് കൊടുക്കും ഈ പൊസിഷനിൽ, അതായത് ഒരെണ്ണം ഇവിടെയും കൂടി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരിക്കും നമ്മൾ ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് പെർഫോം ചെയ്യുക. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ക്ലസ്റ്ററിംഗ് ഇൻഡെക്സിൽ വരുന്ന മെയിൻ ഇഷ്യൂസും നമ്മുടെ പ്രൈമറി ഇൻഡെക്സ് പോലെ ഇൻസേർഷന്റെ കാര്യത്തിലും ഡിലീഷന്റെ കാര്യത്തിലുമാണ്. ബിക്കോസ് ഇതിലെ റെക്കോർഡ്സ് ഫിസിക്കലി ഓർഡർഡ് ഫോമാറ്റിലാണുള്ളത്. അപ്പോൾ ഇൻസേർഷനും ഡിലീഷനും വരുന്ന സമയത്ത് അവിടെ പ്രോബ്ലം ഉണ്ടാവും. ആ ഓർഡർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഡിസ്റ്റിങ് വാല്യൂ വരുമ്പോഴും നമ്മുടെ ഇൻഡെക്സിൽ ഒരു എൻട്രി ക്രിയേറ്റ് ചെയ്യാൻ വേണം. സോ ടു പ്രിസർവ് ദി നമ്മൾ ഈ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഫിസിക്കൽ ഓർഡർ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഈ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസിനെല്ലാം ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സേവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ പ്രിസർവ് ആൻ എൻറ്റയർ ബ്ലോക്ക് ഫോർ ഈച്ച് വാല്യൂ ഓഫ് ക്ലസ്റ്ററിംഗ് ഫീൽഡ്. ഓൾ വാല്യൂസ് വിത്ത് ദാറ്റ് വാല്യൂ ആർ പ്ലേസ്ഡ് ഇൻ ദി ബ്ലോക്ക്. ദിസ് മേക്സ് ദി ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ്. അപ്പം അതെന്താന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ, ഇതിന് പകരം നമ്മൾ ഡേറ്റ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഡേറ്റ ഫയലാണെന്ന് വിചാരിച്ചോളാം, നമുക്ക് 2 ഫീൽഡാണ് ഉണ്ടായിരുന്നത്, നെയിമും ഏജും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇൻഡെക്സ് ഫീൽഡ് ഉണ്ടായിരുന്നു, അതിൽ നമുക്ക് കീ ഫീൽഡും ഉണ്ട്, പോയിന്റർ ഫീൽഡും ഉണ്ട്. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് എ എന്ന് വരുന്ന വാല്യൂസിനെല്ലാം ഒരു ബ്ലോക്ക് പ്രിസർവ് ചെയ്ത് കൊടുക്കുക. ബി സി ഡി ഇ എഫ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കീ വാല്യൂ ഉണ്ടല്ലോ, യൂണീക്ക് വാല്യൂസ് ആണല്ലോ, എ ബി സി ഡി ഇ ആൻഡ് എഫ് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി നമ്മൾ ഇതിന് പോയിന്റർ കൊടുക്കുമ്പോൾ ഈ ഓരോ ബ്ലോക്കിലേക്കും പോയിന്റർ കൊടുക്കും, നമ്മുടെ പ്രൈമറി ഇൻഡെക്സ് ചെയ്ത പോലെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഈ എ എന്നുള്ള വാല്യൂവിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെ പുതിയൊരു എ എന്നുള്ള റെക്കോർഡ് വന്നാലും ഈ ബ്ലോക്കിലേക്ക് ആഡ് ആയിക്കോളും, ബാക്കിയുള്ളതിൻ്റെ ഓർഡറിനെ അഫക്റ്റ് ചെയ്യില്ല. ബി വന്നാൽ ബിയുടെ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്തോളും. ഇനി എഫ് കഴിഞ്ഞിട്ട് ജിയാ വരുന്നെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിൻ്റെ താഴെ ആഡ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ നമുക്ക് അതിൻ്റെ ആ ഓർഡറിന്, ഫിസിക്കൽ ഓർഡർ പ്രിസർവ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. സോ അപ്പോൾ നമുക്ക് പ്രൈമറി ഇൻഡെക്സിലെയും ക്ലസ്റ്ററിംഗ് ഇൻഡെക്സിലെയും മെയിൻ പോയിന്റ്സ് ഒന്ന് റിവൈസ് ചെയ്യാം. പ്രൈമറി ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ പെർഫോം ചെയ്യുന്നത് ഒരു ഓർഡേർഡ് ഫയൽ, ഡാറ്റ ഫയലിലായിരിക്കും. അതായത് നമ്മൾ എടുക്കുന്ന ഇൻഡെക്സ് ചെയ്യാൻ പോകുന്ന ഫയൽ ഒരു ഫിസിക്കലി ഓർഡേർഡ് ആയിരിക്കണം. പിന്നെ ഇത് നോൺ ഡെൻസ് ഇൻഡെക്സിംഗ് ആണ്. ദാറ്റ് മീൻസ് എല്ലാ റെക്കോർഡിനും നമ്മൾ ഇൻഡെക്സ് എൻട്രി കൊടുക്കുന്നില്ല, പകരം ഒരു സെറ്റ് ഓഫ് റെക്കോർഡ്സിന് ഒരു ഇൻഡെക്സ് എൻട്രി എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫിസിക്കൽ ഡാറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ഫയലിൻ്റെ എത്ര ബ്ലോക്സ് ഉണ്ടോ ആ ഓരോ ബ്ലോക്കിലേക്കും ഒരു
ഇൻഡെക്സ് എൻട്രി ആയിരിക്കും കൊടുക്കുക. ആ ഇൻഡെക്സ് എൻട്രി എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ ഈച്ച് ബ്ലോക്കിന്റെ ഫസ്റ്റ് റെക്കോർഡിലേക്കായിരിക്കും നമ്മൾ പോയിന്റ് ചെയ്യുക. അങ്ങനെയായിരിക്കും നമ്മൾ ഇൻഡെക്സ് എൻട്രി കൊടുക്കുക. പിന്നെ പ്രൈമറി കീ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു കീ ഫയൽ ആയിരിക്കും. പ്രൈമറി കീയുടെ അതേ ഡേറ്റ ടൈപ്പ് ആയിരിക്കും നമ്മുടെ ഇൻഡെക്സ് ഫയലിലെ കീ ഫീൽഡിൽ ഉണ്ടാവുക. പിന്നെ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദി പ്രൈമറി ഇൻഡെക്സ് ഫയൽ വിൽ ബി ഈക്വൽ ടു ദി ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ദി ഡേറ്റ ഫയൽ. ഏത് ഡേറ്റ ഫയലിലാണോ നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിൽ എത്ര ബ്ലോക്സ് ഉണ്ടെന്ന് നോക്കുക. അത്രയും നമ്പർ ഓഫ് എൻട്രീസ് നമ്മുടെ പ്രൈമറി ഇൻഡെക്സ് ഫയലിൽ ഉണ്ടാവും. ഇനി ക്ലസ്റ്ററിംഗ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതും ഓർഡർഡ് ഫയലിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക. നോൺ ഡെൻസ്ഡ് ഇൻഡെക്സിംഗ് ആയിരിക്കും. വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നോൺ കീ ഫയൽ ആയിരിക്കും. അതായത് അവിടെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പ്രൈമറി കീ ഫീൽഡ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എടുക്കുന്ന കീ ഫീൽഡ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിന് ഇൻഡെക്സിംഗ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കീ ഫീൽഡിലെ യുണീക്ക് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസിന് ഒരു ഇൻഡെക്സ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഇൻഡെക്സ് ഫയലിന്റെ കീ ഫീൽഡിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ഡേറ്റ ഫയലിലെ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് മാത്രമായിരിക്കും. ആ ഡിസ്റ്റിങ് വാല്യൂസിലേക്കായിരിക്കും നമ്മൾ പോയിന്ററും അസൈൻ ചെയ്ത് കൊടുക്കുക. സോ ദി നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദി ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് ഫയൽ വിൽ ബി ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഇൻ ദി ഡേറ്റ ഫയൽ. അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൈമറി ഇൻഡെക്സും ക്ലസ്റ്ററിംഗ് ഇൻഡെക്സും മനസ്സിലാവും. ഇനി ആ ഫിഗറും വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഞാൻ നോൺ കീ ഫീൽഡ് എന്ന് എഴുതിയേക്കുന്നത് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെടുത്ത ഡേറ്റ ഫയലിലെ ഒരു നോൺ കീ ഫീൽഡ് വെച്ചിട്ടാണല്ലോ നമ്മൾ നമ്മുടെ ഇൻഡെക്സ് എൻട്രി കൊടുക്കുന്നത്. അതാട്ടോ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ ഡേറ്റ ഫയലിൽ എഴുതിയാലും കറക്റ്റ് ആണ്, ഡേറ്റ ഫയലിലെ നോൺ കീ ഫീൽഡ് എന്ന് എഴുതിയാലും കറക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും പ്രൈമറി കീ ഇൻഡെക്സിങ്ങിലും അതുപോലെ തന്നെ ക്ലസ്റ്ററിംഗ് ഇൻഡെക്സിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് ചെയ്തു തരാം.